സി സജി എന്നാണ്. ഞാൻ 2018 ഡിസംബർ 31 ഈ കൃപാസനത്തിലെത്തുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ അമ്മയും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഈ സാക്ഷ്യങ്ങൾ പറയാൻ താമസിച്ചു പോയതിനാൽ അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആദ്യമായി എൻ്റെ മകൻ മംഗലാപുരത്ത് ഫിസിയോതെറാപ്പിക്ക് പഠിക്കുകയായിരുന്നു. മകൻ നാട്ടിലേക്ക് ലീവിന് വന്നപ്പോൾ വെളുപ്പിനെ ഉള്ള ട്രെയിനായിരുന്നു. മാവേലിക്കരയിൽ 5:30 ആയപ്പോൾ എത്തിയിട്ട് മകൻ ഉറങ്ങിപ്പോയിരുന്നു. ആ ട്രെയിന് തിരുവനന്തപുരത്ത് ചെന്നപ്പോഴാണ് മകൻ ഉണർന്നത്. ആദ്യമായി നാട്ടിലേക്ക് വരികയായിരുന്നു. അവനൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു ആൻറ്റി ചെന്നിട്ട് മകനോട് പറയുന്നു, മകൻ ഇറങ്ങുന്നില്ലേ, ട്രെയിൻ ഇവിടം വരെ ഉള്ളല്ലോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ആൻറ്റി എനിക്ക് മാവേലിക്കരയിലായിരുന്നു ഇറങ്ങേണ്ടത്. അപ്പോൾ ആൻറ്റി പറഞ്ഞു, മകൻ വിഷമിക്കണ്ട, ഞാൻ ട്രെയിൻ ടിക്കറ്റ് എടുപ്പിച്ച് തരാം എന്ന് പറഞ്ഞ് കൂട്ടി കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റൊക്കെ എടുക്കാൻ ചെന്നപ്പോൾ ആ മകൻ്റെ കയ്യിൽ മൊബൈലിലെ പൈസ ഉള്ളായിരുന്നു. അവിടെ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, മോൻ വിഷമിക്കണ്ട, ഞാൻ ടിക്കറ്റ് എടുത്തു തരാം എന്ന് പറഞ്ഞ മകനെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ച് ആൻറ്റി എടുത്തു കൊടുത്ത് മകനെ മാവേലിക്കര തിരിച്ചുള്ള ട്രെയിന് കയറ്റി വിടുകയും ആ മകൻ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിച്ചേരുകയും ചെയ്തു. മകൻ പറയുന്നു, അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ മാതാവാണ് എന്നെ സഹായിച്ച് ഇവിടെ എത്തിച്ചതെന്ന്. മകൻ്റെ കഴുത്തിൽ ഈ മാതാവിൻ്റെ കാശുരൂപവും കൊന്തയും ഒക്കെ എപ്പോഴും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മകൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മകനായിരുന്നു. അടുത്തതായി എൻ്റെ ജീവിത പങ്കാളി 20 വർഷങ്ങൾക്ക് മുകളിൽ മദ്യപാനിയായിരുന്നു. നന്നായി മദ്യപിക്കുമായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരികയും മുറുക്കുകയും ചെയ്യുമായിരുന്നു. നല്ല രീതിയിൽ മദ്യപിക്കുകയും മുറുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളിന് അതിൽ നിന്നൊക്കെ മാറ്റം മാതാവ് ഈശോയും വരുത്തി. ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ആ മകന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും സൗദിയിലെ ഉടമ്പടി പത്രങ്ങൾ കൊണ്ടുവന്ന് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും മാതാവിനെ ഈശോയും കുറിച്ച് കൂടുതൽ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കുകയും ഇവിടെ വരാൻ അവരെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്തതായി ഞങ്ങൾക്കൊരു കാറുണ്ടായിരുന്നു. ഈശോയും മാതാവും 2014 തന്ന കാറായിരുന്നു അത്. അന്ന് മുതലേ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി വധൂവരന്മാരെ ഒരുക്കിക്കൊണ്ട് പോകാനായിട്ട് റെൻറ്റിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ 2023 ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ സഹോദരൻ്റെ മകൻ്റെ കൂട്ടുകാരന് വാഹനം ഒരാവശ്യത്തിന് വേണമെന്ന് പറഞ്ഞ് 10 ദിവസത്തേക്ക് റെൻറ്റിന് കൊണ്ടുപോയി. ആ മകനത് 10 ദിവസം കഴിഞ്ഞ് റെൻറ്റും വാഹനവുമായി വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. വീണ്ടും 10 ദിവസത്തേക്ക് കൂടി വേണം. ആ മകൻ സൗണ്ട് എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാണ് വണ്ടി കൊണ്ടുപോയത്. കോട്ടയത്ത് കൊണ്ടുപോയ വണ്ടി 1 മാസമായിട്ടും ഒരു വിവരവും ഇല്ല. വിളിക്കുമ്പോഴെല്ലാം ഇപ്പം കൊണ്ടുവരാമെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഓണമായി. ഓണം കൂടെ കഴിഞ്ഞ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് അറിയുന്നത് ആ മകൻ്റെ കയ്യിൽ നിന്ന് വേറൊരു കൂട്ടുകാരൻ മേടിച്ചത് എറണാകുളത്ത് കൊണ്ടുപോയി ഒരു മുസ്ലിമിൻ്റെ കരങ്ങളിൽ 1.5 ലക്ഷം രൂപയ്ക്ക് പണയപ്പെടുത്തിയിരിക്കുകയാണെന്ന്. അപ്പോഴും ഞാനിവിടെ ഉടമ്പടിയിലായിരുന്നു. മാതാവിൻ്റെ ഈശോയുടെ അടുത്ത് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 31 വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി. വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മനസ്സിൽ പറയുന്ന, നീ പോയ ആ വാഹനം ഒന്ന് കാണു. ആ വാഹനം പൊളിച്ച് വിൽക്കുന്നവരുടെ ഒരു മുസ്ലിമിൻ്റെ കയ്യിലായിരുന്നു അകപ്പെട്ടത്. പോയൊന്ന് കാണുക എന്ന് മാതാവ് എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അനിയനും എൻ്റെ സഹോദരൻ്റെ മകനുമായിട്ട് ആ വാഹനത്തിൻ്റെ അടുത്ത് എറണാകുളത്തെത്തി. എന്നിട്ടും അത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കൊണ്ടുപോയ മകൻ അതിൻ്റെ ലൊക്കേഷനൊക്കെ ഇട്ട് തന്നിരുന്നു. അങ്ങനെ അത് തേടിപ്പിടിച്ച് രാവിലെ 6 മണിക്ക് ഇവിടുന്ന് പോയാൽ ഞങ്ങൾ 3 മണിയായപ്പോഴാണ് ആ വാഹനത്തിന് കൊണ്ടുപോയ മുസ്ലിമിൻ്റെ വീട്ടിലെത്തിയത്. അവിടെ ചെന്നപ്പോൾ പുള്ളി അവിടെ ഇല്ലായിരുന്നു. പുള്ളിയുടെ ഭാര്യ 3 മക്കൾ, അവർക്കൊക്കെ ഡെങ്കിപ്പനിയായിട്ട് കിടക്കുകയായിരുന്നു. അവരോട് വിവരങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു, ഇങ്ങനൊരു വാഹനം ഇവിടെ കൊണ്ടുവന്നതായിട്ട് ഞങ്ങൾക്കറിയില്ല എന്ന്. അപ്പോൾ അവരുടെ വീട്ടിൽ 3-4 വാഹനങ്ങൾ വേറെ കിടപ്പുണ്ടായിരുന്നു. അത് കൂട്ടത്തിൽ നമ്മുടെ വാഹനം ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ പ്രാർത്ഥിച്ച് അവർ സിറ്റൗട്ടിൽ കസേരയൊക്കെ എടുത്തിട്ട് വന്ന് ഞങ്ങളോട് പറഞ്ഞ്,
നിങ്ങളിവിടെ ഇരിക്കും, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് പുള്ളിയുടെ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ പുറത്ത് പോയിരിക്കുകയായിരുന്നു. 8 മണിയാവും തിരികെ വരുമ്പോൾ, നിങ്ങളുടെ വാഹനം ഞങ്ങൾ മേടിച്ചിട്ടില്ല, ഇവിടെ വാഹനം ഉണ്ടെന്ന് ആര് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങളെ കുറേ ഷൗട്ട് ചെയ്തു. അപ്പം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കണ്ട് ഇവിടെ വാഹനമുണ്ട്, ഫോട്ടോയൊക്കെ ഞങ്ങൾ കണ്ടതാണെന്ന് പറഞ്ഞ് അവർ പറഞ്ഞെങ്കിൽ വാഹനത്തിൻ്റെ ഫോട്ടോ അവർ 8 മണിയാകുമ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഇട്ട് തരാം, ഇപ്പോൾ വാഹനം കാണാൻ പറ്റില്ല, അത് 60 കിലോമീറ്റർ അകലെ ഒരു കണ്ടത്തിൻ്റെ നടുവിലാണ് കിടക്കുന്നത്, അവിടെ നിന്ന് നിങ്ങൾക്ക് എത്തപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ അനിയനും സഹോദരൻ്റെ മകനും അപ്പോൾ പറഞ്ഞു നമുക്കെങ്കിൽ വീട്ടിലേക്ക് തിരികെ പോകാം, ഇനി ആ വാഹനം കാണാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, നമുക്കിവിടെ ഇരിക്കാം, മാതാവ് നമ്മളെ അത് കാണിക്കുമെങ്കിലും ചെയ്തിട്ട് വീട്ടിലേക്ക് പോകുന്നുള്ളെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലവും നേർച്ച വസ്തുവായ ഉപ്പും ഉണ്ടായിരുന്നു. അത് ഞാൻ ആ സിറ്റൗട്ടിൻ്റെ മൂലയിലൊക്കെ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മുസ്ലിമിൻ്റെ ഭാര്യയോട് ഞങ്ങൾ വിവരങ്ങൾ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ. പുള്ളിക്കാരിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവരുടെ നിർബന്ധപ്രകാരം ഞാൻ വീണ്ടും വിചാരിച്ചു പുള്ളിക്കാരിയോടൊന്ന് പറയാം, തിരികെ പോകുന്ന കാര്യം, അതിനു മുമ്പ് വാഹനം ഒന്നുകൊണ്ട് കാണിക്കാൻ പറയാം എന്ന് കരുതി ഞാൻ മാതാവിൻ്റെ ഉടമ്പടി വസ്തുവായ തൈലം എടുത്ത് അവരുടെ ഹോളിംഗ് വെല്ലിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടി പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ ഉടമ്പടിയായ വസ്തുവായ നമ്മുടെ പത്രവും ഉണ്ടായിരുന്നു. ആ പത്രം എടുത്ത് ഞാൻ കയ്യിൽ പിടിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പറയുന്നു, വിജാതീയരെ ഈശോയെ അറിയിക്കുക, വിജാതീയരെ ഈശോയെ അറിയിക്കുക എന്ന്. ഞാൻ ആ പത്രമായിട്ട് ധൈര്യപൂർവ്വം ഇവരുടെ വീടിനുള്ളിലേക്ക് കടന്നു. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഈ മുസ്ലിമിൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെ പത്രം കൊടുക്കും, എന്നെ ശക്തിപ്പെടുത്തണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കയറി. അപ്പോൾ ആ സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താണെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പോകുന്ന പള്ളിയിലെ കൃപാസനം എന്ന പള്ളിയിലെ പത്രമാണ്. ഈ പള്ളിയിൽ മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. ഈ മാതാവിനോട് എന്ത് പറഞ്ഞാലും മാതാവ് നടത്തി തരും. ഇത് വെച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും, മക്കളുടെ അസുഖങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞ് അവർ 2 കൈ നീട്ടി ആ പത്രം മേടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ്. അപ്പോഴാ ഡെങ്കിപ്പനി പിടിച്ചിരുന്ന കുഞ്ഞുങ്ങളെ അടുത്തേക്ക് ഓടി വന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഉടമ്പടി വസ്തുവായ നേർച്ച തൈലമുണ്ട്, ആ തൈലം ഒന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അതിനെന്താ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആ തൈലം ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഉപ്പുണ്ട്, ആ ഉപ്പ് വെള്ളത്തിലിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെങ്കിൽ എത്രയും വേഗം അവർ അസുഖങ്ങൾ മാറി അവർ സ്കൂളിൽ പോകുമെന്ന്. ആ ചേച്ചി അത് സമ്മതിച്ചുകൊണ്ട് ആ ഉപ്പ് മേടിക്കുകയും സന്തോഷത്തോടെ ആ ഉപ്പിട്ട് വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്തു. അപ്പം ഞാൻ വീണ്ടും പറഞ്ഞ് ഞങ്ങളങ്ങ് ഇത്രയും ദൂരെ നിന്ന് വന്നതല്ലയോ, അവർ പോകാൻ ധൃതി വെക്കുന്നു, അവരോട് പറയുക വാഹനം ഞങ്ങളെ ഒന്ന് കാണിക്കുമെങ്കിലും പറയാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അവരിത്രയും ദൂരെ നിന്ന് വന്നതല്ലേ, ആ വാഹനം അവരെ ഒന്ന് കാണിച്ചിട്ടെങ്കിലും വിടുമെന്ന് പറഞ്ഞ്. അപ്പോൾ 60 കിലോമീറ്റർ അകലെ കിടക്കുകയാണെന്ന് പറഞ്ഞ വാഹനം അരമണിക്കൂറിനകം ആ വാഹനം ഞങ്ങളുടെ കൺമുൻപിൽ കൊണ്ടുവന്നു. ഞങ്ങൾക്കത് കാണാൻ സാധിക്കുകയും ഞാൻ ആ വാഹനത്തിൽ കയറി മാതാവിൻ്റെ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി സ്റ്റിയറിങ്ങിലൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചു, ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനെ ഏൽപ്പിച്ച് വാഹനത്തെ ഞങ്ങൾ അവിടെ നിന്ന് തിരികെ പോരുന്നു. നേരത്തെ തന്നെ ഞങ്ങൾ പോലീസ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പോലീസുകാർ പറഞ്ഞ് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. വീണ്ടും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എൻ്റെ നേർച്ച വസ്തുവായ ഉപ്പ് ഞാൻ ആ ഇരുന്ന കസേരയുടെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വിതറി. ഞാൻ പ്രാർത്ഥിച്ച് ഇതിനൊരു നീക്കുപോക്കുണ്ടാക്കി തരണേ മാതാവേ, മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ സാക്ഷ്യം പറയാമെന്നൊക്കെ അന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. അങ്ങനെ 1 മാസത്തിനകം തന്നെ അവർ വീണ്ടും പോലീസുകാർക്ക് മനസ്സ് വന്ന് ഉന്നതങ്ങളിലൊക്കെ പറഞ്ഞിട്ട് അവർ ഒന്നും സമ്മതിക്കാതിരുന്നതായിരുന്നു. വീണ്ടും അവർ പോകാമെന്ന് പറഞ്ഞ് അനിയനും സഹോദരൻ്റെ മകനുമായിട്ട് അവർ എറണാകുളത്ത് വീണ്ടും ആ ഭവനത്തിലെത്തിയപ്പോൾ അവരത് സമ്മതിച്ചില്ല. വീണ്ടും നിങ്ങൾക്ക് ഈ വാഹനം ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല, വാഹനം ഞങ്ങൾ എടുത്തിട്ടില്ല, ഈ പൈസ തരാതെ കൊണ്ടുപോകാൻ പറ്റില്ലെന്നായിരുന്നു അവർ നിലപാട്. പോലീസുകാർ പറഞ്ഞ് നിങ്ങളുടെ പേര് ഞങ്ങൾ കേസ് കൊടുക്കും, വണ്ടിയുടെ ബുക്കും പേപ്പറും ഇല്ല, നിങ്ങൾക്ക് മേടിച്ച് വെക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോകും, ഞങ്ങളിത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചാലും നിങ്ങൾക്കിത് തരത്തില്ല. ഞാൻ 2-3 വർഷത്തിന് മുമ്പ് ഒരു ബസ് കത്തിച്ച കേസിൽ പ്രതിയായിരുന്നു എന്ന് പറഞ്ഞു. പോലീസുകാർ ഒത്തിരി പറഞ്ഞിട്ടും അവർക്ക് കൊടുക്കാൻ സമ്മതമില്ലായിരുന്നു. പിന്നെ അവിടുത്തെ പോലീസുകാരുമായിട്ടെല്ലാം ഇടപെട്ട് വീടിന് ചുറ്റും പോലീസുകാരൊക്കെ വളഞ്ഞ്
അപ്പോൾ അനിയൻ എപ്പോഴും എന്നോടിത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങളും. ഞാനിവിടെ ഇന്ന് കണ്ണുനീരോടെ ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈശോയും മാതാവ് ഇടപെട്ട് ആ വാഹനം പോലീസുകാരുടെ കയ്യിൽ കൊടുത്തു വിട്ടു. വീട്ടിൽ പോലീസ് സ്റ്റേഷനിലെത്തി 1 മാസത്തോളം അവിടെ കിടക്കേണ്ടി വന്നു. കേസായി. 5 പൈസ പോലും കൊടുക്കാതെ കോടതി മുഖേന ആ വാഹനം ഈശോയും മാതാവ് ഞങ്ങൾക്ക് ഡിസംബർ 23-ാം തീയതി ഒരു ഗിഫ്റ്റ് എന്ന കണക്ക് അത് ഞങ്ങളുടെ ഭവനത്തിൽ തിരിച്ചെത്തിക്കാൻ സാധിച്ചു. ഈശോയും മാതാവും തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ കോടിക്കണക്കിന് നന്ദി പറയുകയാണ്. ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി മുന്നേറി ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാനും ഒരു ലീഡറാകാനും ഒക്കെ സാധിച്ചു. കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഭക്ഷണങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുകയും പത്രം കൊടുക്കുകയും അനാഥാലയത്തിൽ ഭക്ഷണപ്പൊതികൾ കൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു.